ഗലീലിലെ കാനായിൽ വിവാഹവിരുന്നു നടന്നത് എത്രാം ദിവസമാണ്? 3-ാം ദിവസം. കാനായിലെ വിവാഹവിരുന്നിൽ യേശുവിനും ശിഷ്യന്മാർക്കും പുറമെ അവിടെ ഉണ്ടായിരുന്ന പ്രമുഖ വ്യക്തി ആരാണ്? യേശുവിൻ്റെ അമ്മ. വിരുന്നിനിടയിൽ അവിടെ തീർന്നു പോയത് എന്താണ്? വീഞ്ഞ്. അവർക്ക് വീഞ്ഞില്ല എന്ന് യേശുവിനോട് പറഞ്ഞത് ആരാണ്? യേശുവിൻ്റെ അമ്മ. അമ്മയോട് സംസാരിക്കുമ്പോൾ യേശു പറഞ്ഞത് എന്താണ്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ എന്ന് പരിചാരകരോട് നിർദ്ദേശിച്ചത് ആരാണ്? യേശുവിൻ്റെ അമ്മ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനായി കാനായിലെ വീട്ടിൽ എത്ര കൽഭരണികളാണ് ഉണ്ടായിരുന്നത്? 6. കൽഭരണികളിൽ എന്തു നിറയ്ക്കാനാണ് ഈശോ പരിചാരകരോട് കൽപ്പിച്ചത്? വെള്ളം. ഭരണികളിൽ വെള്ളം എവിടെ വരെയാണ് പരിചാരകർ നിറച്ചത്? വക്കോളം. അത്ഭുതത്തിലൂടെ വീഞ്ഞായി മാറിയ വെള്ളം ആദ്യം രുചിച്ചു നോക്കിയത് ആരാണ്? കലവറക്കാരൻ. സാധാരണയായി എല്ലാവരും മേൽത്തരം വീഞ്ഞ് എപ്പോഴാണ് ആദ്യം വിളമ്പുന്നത്? ആദ്യം. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭം എവിടെയാണ് നടന്നത്? ഗലീലിലെ കാനായിൽ. കാനായിലെ അത്ഭുതത്തിനു ശേഷം ശിഷ്യന്മാർ യേശുവിൽ എന്തു ചെയ്തു? വിശ്വസിച്ചു. കാനായിലെ വിരുന്നിനു ശേഷം യേശുവും കൂടെയുള്ളവരും ഏതാനും ദിവസം താമസിക്കാൻ പോയ സ്ഥലം ഏതാണ്? കഫർനാം. ഏതു പെരുന്നാൾ അടുത്തിരുന്നപ്പോഴാണ് യേശു ജെറുസലേമിലേക്ക് പോയത്? പെസഹ തിരുനാൾ. യേശു ദേവാലയത്തിൽ ചമ്മട്ടി ഉണ്ടാക്കാൻ ഉപയോഗിച്ച വസ്തു എന്താണ്? കയറ്. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ എന്താക്കരുത് എന്നാണ് ഈശോ കൽപ്പിച്ചത്? കച്ചവട സ്ഥലം. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള എന്ത് എന്നെ വിഴുങ്ങിക്കളയും എന്നാണ് തിരുവെഴുത്തിൽ കാണുന്നത്? തീഷ്ണത. ദേവാലയം നശിപ്പിച്ചാൽ എത്ര ദിവസത്തിനകം പുനരുദ്ധരിക്കാം എന്നാണ് യേശു യഹൂദരോട് പറഞ്ഞത്? 3 ദിവസം. ജെറുസലേമിലെ ദേവാലയം പണിയുവാൻ എത്ര സംവത്സരമാണ് എടുത്തത്? 46. മൂന്ന് ദിവസത്തിനകം പുനരുദ്ധരിക്കുമെന്ന് പറഞ്ഞപ്പോൾ യേശു ഉദ്ദേശിച്ച ആലയം ഏതായിരുന്നു? തൻ്റെ ശരീരം. മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടപ്പോഴാണ് യേശു ശരീരമാകുന്ന ആലയത്തെക്കുറിച്ച് ആണ് സംസാരിച്ചതെന്ന് ആർക്കാണ് ഓർമ്മ വന്നത്?
ശിഷ്യന്മാർക്ക്. ജെറുസലേമിൽ വെച്ച് യേശു പ്രവർത്തിച്ച അടയാളങ്ങളെ കണ്ട് വളരെ പേർ അവൻ്റെ നാമത്തിൽ എന്തു ചെയ്തു? വിശ്വസിച്ചു. മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് വ്യക്തമായി അറിഞ്ഞിരുന്നതിനാൽ യേശു ആരെയാണ് വിശ്വസിക്കാതിരുന്നത്? മനുഷ്യരെ. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. വാക്യവും അധ്യായവും ഏത്? യോഹന്നാൻ 2:5. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. യോഹന്നാൻ 2:11. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. യോഹന്നാൻ 2:16. നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. യോഹന്നാൻ 2:19. മനുഷ്യനെപ്പറ്റി ആരുടെയും സാക്ഷ്യം എനിക്ക് ആവശ്യമായിരുന്നില്ല. മനുഷ്യനുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. യോഹന്നാൻ 2:25.